അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്വീറ്റ് ബട്ടർ കോണിൻ്റെ റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ കോണാണ് കേട്ടോ. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കോൺ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. ഫ്രോസൺ കോൺ വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ ഞാനിവിടെ കോണ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 10-15 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി, അത്രയും വേവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിക്കാം. ഇത് പാലിൽ ബോയിൽ ചെയ്യാറുണ്ട് ചിലർ. ബോയിൽ ചെയ്തതിന് ശേഷം ആ പാലാണ്ട് ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാലിൻ്റെയും ബട്ടറിൻ്റെയും ഫ്ലേവർ കൂടുതൽ ഈ കോണിലുണ്ടാവും. അതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചിലരങ്ങനെ ചെയ്യാറുണ്ട്, പാലിൽ തിളപ്പിച്ചെടുക്കാറുണ്ട്. അപ്പം നമ്മൾ പാലിൻ്റെ ആ അത്രയും ഫ്ലേവർ നമുക്ക് കിട്ടൂല. ഇനി ഇത് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഈ പാലും ബട്ടറും കൂടെ ഒന്ന് വറ്റിച്ച് എടുക്കണം. അപ്പോൾ വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഈ കോണിലേക്ക് മുഴുവനായിട്ട് ഈ പാല് അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റവ് ഓണാക്കിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇതിന് ചോളെന്നും കമ്പെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ കമ്പെന്നാണ് പറയാറുള്ളത്, ചിലർ ചോളെന്നായിരിക്കും പറയാറുള്ളത്. അപ്പോൾ ഈ കമ്പത്തിലേക്ക് നമ്മുടെ എല്ലാ പാലിൻ്റെയും ബട്ടറിൻ്റെയും എല്ലാ ഫ്ലേവറും നന്നായിട്ട് പിടിക്കോളം നമുക്കിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് കടിച്ച് കഴിക്കുന്ന സമയത്ത് സൂപ്പറായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പാലും ബട്ടറിൻ്റെ ടേസ്റ്റ്, ജ്യൂസ് നന്നായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി മധുരമാണ് ഈ കോൺ കേട്ടോ. സ്വീറ്റ് കോണാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ സ്വീറ്റ് കോൺ കിട്ടുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടോ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കും വേണം കേട്ടോ. ഒരുപാട് ചൂടോട് കൂടിയല്ല, എന്നാലും ബട്ടർ ചേർക്കുന്ന എന്താണെങ്കിലും നമ്മൾ ആ ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിലാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ഇതിൽ കാണാം.